എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി വീഡിയോ അല്ല ചേച്ചി വിവാദമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ഫോട്ടോസും കാര്യങ്ങളുമാണ്. സത്യം പറഞ്ഞാൽ 9 വീക്ക് ചേച്ചിയുടെ വയറിൻ്റെ അവിടെ ഒരു കുഞ്ഞു പൂക്കുട്ടിയായിട്ട് നിൽക്കുന്ന അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കണ്ട് ചേച്ചി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഫേക്ക് സാധനമാണെന്ന്. ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ലെന്ന് എനിക്ക് നല്ല രീതി അറിയായിരുന്നു. ചേച്ചി പറ ചേച്ചി. ഞാനും ഒക്കെ പുറം പാനിക്കായി ടെൻഷൻ അടിച്ചെന്ന് ഇരിക്കുകയായിരുന്നു. ചേച്ചി അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് നല്ല രീതി അറിയാം. ഈ കുറേ അമ്മമാർ അസൂയ കൊണ്ട് ഓരോ പരിപാടികളൊക്കെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾ വളർന്നു വരുന്ന ചേച്ചി ആർക്കും ഇഷ്ടമല്ല ചേച്ചി. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. ഞാൻ പറയാതെ തന്നെ ചേച്ചിക്ക് മനസ്സിലാകുമല്ലോ. ചേച്ചി പറ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. അതെ ചേച്ചി, പോസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ സീക്രട്ട് ഏജൻ്റൊക്കെ കൺഗ്രാജുലേഷൻ ഇട്ട് എനിക്ക് തോന്നുന്നു അക്കൗണ്ടിൽ ഒരു 3-4 മണിക്കൂറോളം കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ പോസ്റ്റ് അങ്ങനെ കടന്നു പോയത്. ചേച്ചി പറ. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായ. ചേച്ചി പ്രഗ്നൻറ്റും അല്ല, ഒന്നുമല്ല. ചേച്ചി ചുമ്മാ ഇട്ട പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയിരിക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അങ്ങനെ കാര്യങ്ങൾ ഇറക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്ക്. എൻ്റെ പൊന്നോ, അപ്പോൾ നമ്മുടെയൊക്കെ യൂട്യൂബ് വീഡിയോസാണ് കുഴപ്പമില്ല. ആ പടെ ചേച്ചി മെനഞ്ഞാന്ന് രാത്രിയിലാണ് ഇട്ടപ്പോൾ മറ്റേ രാജ് ടോക്ക് പുള്ളി എടുത്ത് അങ്ങ് ഇടുകയും ചെയ്തു. പുള്ളിയാണ് ആദ്യം ഇടുകയും ചെയ്തത് തോന്നുന്നു. എൻ്റെ കണ്ണിൽ അങ്ങനെ കണ്ടത്. പുള്ളിക്ക് അബദ്ധം പറ്റിയതായിരിക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ രാവിലെ അതുൽ ബ്ലോഗ്സ് ഇട്ട് അങ്ങനെ കുറച്ച് പേര് ആൾക്കാർ ഇട്ട്, ഞാനും ഇട്ട്. ഇപ്പോഴെല്ലാ കാര്യം മനസ്സിലാവുന്നേ. ഇത്രയും അതും ആൾക്കാർ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് ചേച്ചി ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഹാക്ക് ചെയ്തവന്മാരുടെ ആ ഒരു തോന്നിവാസമേ. കാരണം ഒരു പെണ്ണ് സമൂഹത്തിൽ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നുവെന്ന് അവന്മാർക്കൊന്നും പിടിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈശ്വര സങ്കടം വരുന്നത്. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ദണ്ണം വരിക. ചേച്ചി പറയുന്നത് ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ആണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട്. ഷാലുവിനെ ഞാൻ വിളിച്ചു. ഷാലുവിനെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ആങ്കറാണ്. ഈ അടുത്ത സമയത്തൊന്ന് വിവാദമായതായിരുന്നു പുള്ളിക്കാരിയൊക്കെ. ഷാലു ആയിരുന്നു ഈ കാര്യത്തിനെല്ലാം ചേച്ചി സപ്പോർട്ട് ചെയ്തതിന്. ഷാലുവിനോട് നമ്മൾ പ്രത്യേകം ഒരു നന്ദി പറയണം. നമ്മൾ ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ചേച്ചി ആരാധിക്കുന്ന ആൾക്കാരും എന്തായാലും ഷാലുവിനോട് ഒരു നന്ദി പറയണം. കാരണം ഇതുപോലൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരിയാണല്ലോ ഷാലുവിനെ പോലുള്ള വ്യക്തികൾ എന്നൊക്കെ ഓർക്കുമ്പോഴാണ്. എന്തായാലും ഷാലുവിന് നല്ലത് പറഞ്ഞ ഈശ്വര. ഞങ്ങൾ ചേച്ചി കഥ അറിയാതല്ലേ ഈ 3 കോടി 4 കോടി എന്നൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തത്. ഇപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. തെറ്റ് ഞങ്ങൾക്കും പറ്റിപ്പോയി. ചേച്ചി അങ്ങനെ ഒന്നും ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം. ചേച്ചി അത്രയ്ക്ക് മോശക്കാരിയൊന്നുമല്ല. കാരണം ഇപ്പം അറിയാലോ, ഇപ്പം അമ്മയെ ഒരു കുഞ്ഞ് കാണിച്ച ദ്രോഹവും കുഞ്ഞിനെ ഒരുത്തി ജനലെക്കൂടെ അറിയുന്ന ഇങ്ങനെയൊക്കെ ഇപ്പം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ചേച്ചി ഒന്നും അത്രയ്ക്ക് ക്രൂര മനസ്സുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. നമ്മൾ ബി ചേച്ചിയുടെ കാണുന്നതാണ്. എല്ലാത്തിനും ആ ഫിറോസിന്റെ കൂടെ നടന്നതിന്റെ ഒരു ചീത്തപ്പര ചേച്ചി. അല്ല ചേച്ചി ഒരു തെറ്റും ചെയ്യത്തില്ലെന്ന് അറിയാം. ചേച്ചി പാവാന്ന് അറിയാം, പഞ്ചപാവം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഓപ്പൺ ചെയ്ത് നോക്ക്. അവള് നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം ഷാലു ചതിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ? കൂടെ നിന്ന് ഷാലു ചതിക്കുമോ ചേച്ചി? എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു അമ്മ കുഞ്ഞിനെ ദ്രോഹിക്കാമെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ പണി തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? അതായത് ചേച്ചി പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. എനിക്ക് എൻ്റെ നെഞ്ചി കൈതൊട്ട് പറയാം ഷാലു ആയിരിക്കും. ഷാലു ഒന്നും ചെയ്തില്ലായിരിക്കും. ചേച്ചി പറയുന്നത് കേട്ടിട്ട് അത്രയ്ക്ക് ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മൾ കേസ് കൊടുക്കണം ചേച്ചി. എന്ത് ഹെൽപ്പ്, പോലീസ് സംബന്ധമായിട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം കേട്ടോ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചേച്ചി ചെയ്തുതരാം. ഇത് നമ്മൾ സൈബറിൽ ആരാണ് ഈ പണി ചെയ്തതെന്ന് വെച്ചാൽ അവനെ തൂക്കണം. ആറ് ഫോണിൽ നിന്നാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിത് തൂക്കിയേ പറ്റത്തുള്ളൂ. ഇതൊരു പ്രസ്റ്റേജ് വിഷയമാണ്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പെണ്ണ്, കാരണം ഓൾറെഡി ഒരു വിവാദമുണ്ട്. ഈ പൂക്കുട്ടി എന്ന് പറഞ്ഞാൽ പൂക്കാവടിയായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ചേച്ചി കൊണ്ട് പറയുന്നുണ്ട്. നമുക്കത് തെളിയിക്കണം ചേച്ചി. ചേച്ചിയുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് ചേച്ചി. എല്ലാ ആൾക്കാരും ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി റോഡിൽ കിടന്ന് പട്ടി പറിക്കുന്ന ആനയ്ക്ക് എന്താ ചേച്ചി കാര്യം? ചേച്ചി ആ ഒരു മൈൻഡ് വെച്ചിട്ട് അദ്ദേഹം വലിയൊരാളല്ലേ പൂക്കുട്ടി. അദ്ദേഹത്തിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ വിട്ടുകള ചേച്ചി, പോകാൻ പറ, അത്രേ ഉള്ളൂ. ഒരു ഓസ്കാറിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി, അതൊക്കെ വിട്ടുകള. റോഡിൽ കിടക്കുന്ന പട്ടി പറിക്കുന്ന ആനയ്ക്ക് എന്താ കാര്യം? ചേച്ചി ആ ഒരു മൈൻഡ് എടുത്താൽ മതി.
അദ്ദേഹത്തെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. മാനസികാവസ്ഥ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കും. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എനിക്കിപ്പോഴും അറിയാം ചേച്ചി, ആ കുഞ്ഞ് അപ്പം എന്തിനാ അമ്മ ഈ ഒരു പോസ്റ്റും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുന്നതെന്നൊക്കെ ചേച്ചി അന്ന് കരഞ്ഞോണ്ട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട് ചേച്ചി. ഒരമ്മയുടെ വേദന എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ആ നിങ്ങളെ പിന്നെയും ഇതുപോലെ ഹക്ക് ചെയ്തിട്ട് നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ചേച്ചി. ദ്രോഹമാണ്. എന്നെ കൊല്ലാക്കൊല ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അല്ല ചേച്ചി, അല്ല ആരാന്ന് വെച്ചാൽ അറിയാമെങ്കിൽ അത് പറ ചേച്ചി. ചേച്ചി മെൻഷൻ ചെയ്യുന്നില്ലെന്ന് പറയരുത് ചേച്ചി. അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല, അത് ചേച്ചി കാര്യങ്ങളും ഡൗട്ട് ഉണ്ടോ? അയാളാണോ ഫിറോസ് ആണോ പറ ചേച്ചി, പറ. നമ്മളുണ്ട് ചേച്ചി കൂടെ, പറ. സൈസലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ആരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കി എടുത്തു വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്? ഈ ഒരു ചങ്കുറുപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സജനയാണ് ഞങ്ങൾക്ക് ആവശ്യം. സജന ഫിറോസ് എന്ന് മാറ്റുക, ഇനി സജന നൂറായിട്ട് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇതുപോലുള്ള ചേച്ചിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ടാകും ചേച്ചി. ഞങ്ങളൊക്കെ ചേച്ചിയുടെ ആരാധകരും കൂടാണ്. മെയിനായിട്ട് ചേച്ചി ഒന്നൊരു തെറ്റും ചെയ്തില്ലെന്ന് നല്ല രീതിയിൽ അറിയാം. ഇതൊക്കെ ആരോ ചെയ്യുന്ന പരിപാടി. ഞാനും എൻ്റെ വീഡിയോക്കകത്ത് എന്തൊക്കെ പറയുകയും ചെയ്ത് എന്തോ ഭീഷണിപ്പെടുത്തി പൂക്കുട്ടിയുടെ നിന്ന് പൈസ മേടിച്ച് അങ്ങനെയൊക്കെ കുറേ തെറ്റുകൾ എനിക്കും പറ്റിപ്പോയി. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പാവം ചേച്ചി നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു കേട്ടോ. എല്ലാം ഹാക്ക് ചെയ്തതാണ്, എല്ലാവരും കേട്ടല്ലോ, ഹാക്ക് ചെയ്തതാണ്. നമ്മൾ ചേച്ചി ഒരിക്കലും കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യരുത്. എൻ്റെ പാവം ചേച്ചി, ചക്കര ചേച്ചി. ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ പറയണം. ആ സംശയമുള്ള ഓരോ വ്യക്തികൾ ആരാ? ഫിറോസ് ആണോ? ഫിറോസിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫെമിനിസ്റ്റുകളാണോ? ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഉറപ്പായിട്ടും പറയാം. നമ്മൾ കൂടെ നിൽക്കുന്ന നിഴലിനെ പോലും നമ്മൾ വിശ്വസിക്കരുത്. സീരിയസ് ആയിട്ട് പറയണം. ആ നിഴലെ നമ്മൾ കട്ടെറിഞ്ഞ് നോക്കണം. അത് അവിടെ കൊണ്ട് വേദനിച്ചാൽ നമുക്കറിയാൻ പറ്റും. എന്തോടെ പറയുന്നത്? എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയി പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ കേസ് ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ അതിന് ഫോൺ ഓഫ് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ചേച്ചി. ഫോൺ ഓഫായി പോയോ? അയ്യോ, ഇടയ്ക്ക് ഫോൺ ഓഫായി പോയി. ഐഫോണിനുള്ളൊരു കുഴപ്പം ഇങ്ങനെയാണ്, ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫാകും. ചേച്ചി പറയും. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ പോട്ടെ ചേച്ചി. ഇപ്പൊ ചേച്ചി നമ്മളെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ ചേച്ചി? ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്നല്ലേ ഇത് വന്നത്. അപ്പൊ അന്നത്തെ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇങ്ങനെ അന്നൊക്കെ ആയിപ്പോയില്ലേ ചേച്ചി? ഇപ്പം എങ്ങനെയായാലും അയാൾക്കാണ് സപ്പോർട്ട്. ആര്? ഫിറോസ് ഇപ്പം നല്ല ആളായില്ലേ? ഇപ്പം ചേച്ചി ഈ ഒരു വീഡിയോ നമ്മുടെ ചേച്ചിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ കാണും. പക്ഷേ ഈ അനിയൻകുട്ടൻ സപ്പോർട്ട് ചെയ്യും. എല്ലാ കാര്യത്തിനും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വളരെയായിട്ട് വന്ന് പറഞ്ഞോട്ടെ. അമ്മ നിങ്ങൾ വിശ്വസിച്ചു. ചേച്ചി ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ ഇനി കല്യാണം ഒന്നും കഴിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ. അത് പോട്ടക്കാരിയൊക്കെ ഉണ്ടാ മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പിച്ചും പയ്യൊക്കെ പറഞ്ഞു നിൽക്കിയിരിക്കും. എപ്പോഴും നല്ലപോലെ പോകാൻ പറ്റും. അതൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ടാ. എന്നും നമുക്ക് ഒരുപോലെ പോകാൻ പറ്റത്തില്ല. ചേച്ചി പറ. ദേവി ഇത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിട്ടും ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കുള്ളൊരു വാണിംഗ് ചെയ്ത് ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്ത് നടന്നാൽ ചേച്ചി സമാധാനപ്പെടുക ചേച്ചി. ബാങ്ക് അക്കൗണ്ട് ഒന്നും അല്ലല്ലോ പോയത്. പോട്ടെ, ഇപ്പം അങ്ങനെ സമാധാനിക്ക്. ശരിയാണ്, അഭിമാനത്തിൻ്റെ അത്ര എന്ത് പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അഭിമാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലല്ലോ. എനിക്ക് മനസ്സിലായി ചേച്ചി. ബി സ്ട്രോങ് ചേച്ചി. സ്ട്രോങ്. എന്നാലും നിയമം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിൻ്റെ രീതിയിൽ ഞാൻ നീക്കോളാം. പോണം, അത് വേണം. അതുപോലെ ചങ്കുറപ്പായിട്ട് ജീവിച്ച് കാണിക്കുക ചേച്ചി. ഇപ്പം എങ്ങനെ ഓരോരുത്തരൊക്കെ താഴെ പോയി കമൻറ്റ് ഇടരുത് കേട്ടോ. ചേച്ചി ഒരു വീഡിയോ എഴുതാൻ മാത്രം മതി. എന്നിട്ട് അതുൽ ബ്ലോഗ്സിൻ്റെ ഒക്കെ താഴെ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ചേട്ടാ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളെ ദൈവം ചെയ്ത് സത്യം മനസ്സിലാക്കൂ, വീഡിയോ ഇടൂ പ്ലീസ്. എന്തൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടും. അങ്ങനെ ഓരോ വ്യക്തിയുടെ അടുത്തൊക്കെ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയി ഒരുപാട് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതുൽ ബ്ലോഗ്സിനെയൊക്കെ ചേട്ടാന്ന് വിളിച്ച് ഇപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ എത്രമാത്രം പാവം പിടിച്ചൊരു വ്യക്തിയാണെന്ന്.
ശുദ്ധ മനസ്സാണ്. ഇവരെ ആരും ദ്രോഹിക്കല്ലേ, പാവത്തിന് ആരും ഒന്നും സൈബർ അറ്റാക്കോ കാര്യങ്ങളൊന്നും ചെയ്യുകയൊന്നും ചെയ്യല്ലേ. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു നന്മമരം രണാസുന. കുറച്ചെങ്കിലും യു ആർ ഗ്രേറ്റ്. ഹാ, അന്തസ് ചേച്ചി. നമ്മളുണ്ട് ചേച്ചി, അനിയൻകുട്ടന്മാരുണ്ട് ചേച്ചി കൂടെ. സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. അടിച്ചു കയറി വാ, പറത്തി അടിച്ച് പോ.